സോ ഇന്ന് നമ്മളൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ ഗുരുവായൂർ പോവാണ്. അതായത് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഗുരുവായൂർ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കുറേ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് തിരക്കായിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ട്രിപ്പിലും പിന്നെ സൽക്കാരങ്ങളൊക്കെ ആയിരുന്നല്ലോ. സോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇന്ന് നമ്മളിതാ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്ക് നമ്മൾ ഇറങ്ങാൻ നോക്കുകയാണ്. മണിയാകുമ്പോഴേക്ക് ഒരു 2:30-3 മണിയാകുമ്പോഴേക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. ആരൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ ഞാനും രാഹുലും അച്ഛനും അമ്മയും പിന്നെ എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും 2 അമ്മമ്മമാരും ഉണ്ട്. സോ നമ്മളെല്ലാവരും കൂടെ ആയിട്ടാണ് പോകുന്നത്. അപ്പം 2 കാറായിട്ടാണ് പോകുന്നത്, ഇവിടുത്തെ കാറും പിന്നെ അവിടുത്തെ കാറും. അപ്പം അങ്ങനെ നമ്മൾ പോവുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്ന ഔട്ട്ഫിറ്റൊന്നും അല്ല, നമ്മൾ അവിടെ പോയിട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ കാഷ്വലി നമ്മൾ അവിടെ എത്തുന്ന വരെയുള്ള ഡ്രസ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെന്താ, നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ആസ് യൂഷ്വൽ. പിന്നെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അവിടെ ഒരാഴ്ച സ്റ്റേ ആണ്. സോ അതുകൊണ്ട് ആ സാധനങ്ങളും ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ലഗേജ് വന്നത്. കുറച്ച് സംഭവങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ട്രിപ്പിൽ നിന്ന് പോയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, വാങ്ങിയ സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഈ കവറിലുണ്ട്. അപ്പം കൊടുക്കാനുള്ളതൊക്കെ ഉണ്ട്, ഗിഫ്റ്റുകളൊക്കെ. പിന്നെ ഞാൻ വീഡിയോസ് ഭയങ്കര കൺസിസ്റ്റൻ്റായിട്ട് ഇടാൻ പറ്റിയില്ല. ബിക്കോസ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രിപ്പെല്ലാം പോയി വന്നപ്പം എഡിറ്റ് ചെയ്യാനുള്ളൊരു ഇത് എന്താ പറയുക, ആ ട്രിപ്പ് പോയി വന്നതിൻ്റെ ആ ഒരു ക്ഷീണം അതൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്ക് എഡിറ്റ് ചെയ്ത് ഇടുമ്പോൾ അതാണ് ഇത്ര ലാഗ് വന്നത് എനിക്ക്. അപ്പം നമുക്കിനി ഓരോന്നായിട്ട് വ്ളോഗ് ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് കാണാം. സോ ഓക്കെ. അപ്പം ഞാനൊരു ജീൻ എന്താ പറയുക, നമ്മൾ ജോഗേഴ്സ് പോലത്തെ അതും പിന്നെ ഒരു ക്രോപ്പ് ടോപ്പാണ് ഇട്ടിട്ടുള്ളത്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് റെഡി ആവും, ഭയങ്കര കാര്യമായിട്ടൊന്നും റെഡി ആവുന്നില്ല. കാരണം അവിടെ പോയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടാണല്ലോ മെയിനായിട്ടുള്ള പരിപാടികളൊക്കെ. സോ ഇപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടൊന്ന് ജസ്റ്റ് നീറ്റ് ആവാം നമുക്ക്. അപ്പോൾ ഞാനൊരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, പിന്നെ കണ്ണിൻ്റെ ചുറ്റും ജസ്റ്റ് എന്താ പറയുക ഒന്ന് കൺസീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ ഐബ്രോ ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് ഐബ്രോ ചെയ്യുന്നുണ്ട്. ഐബ്രോ ഞാൻ ഇന്നലെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ത്രെഡല്ല ചെയ്തത്, ത്രെഡ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല. ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തു. ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ത്രെഡ് ചെയ്യാറുണ്ട് സെൽഫായിട്ട്. അപ്പം അത് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഷേവിങ് സെറ്റ് വെച്ചിട്ട്, ഐബ്രോ ഷേവിങ് സെറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. അതായി. പിന്നെ നമ്മളിങ്ങനെ ഒരു സ്പൂളി ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതിയാവും. ഇതാണിത്. അപ്പം കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് അവർ വരും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഒന്നിച്ച് ജോയിൻ ചെയ്ത് പോകുന്നതുകൊണ്ട് അവർ വരും. പിന്നെ നമുക്കൊരിച്ചിരി ഇതെൻ്റെ മേക്കപ്പ് ബ്രഷസ് വെക്കുന്ന സംഭവമാണ്. ജസ്റ്റ് ഒന്ന് നീറ്റാവാൻ നമുക്ക്. ഈ ഒരു മോഡൽ വന്നിട്ട് ഇങ്ങനെ ഇവിടെ ഒരു കട്ട് വരുന്നുണ്ട് കേട്ടോ. സോ അങ്ങനെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴേക്ക് അവരൊക്കെ എത്താനായിട്ടുണ്ടായിരുന്നു, എൻ്റെ പാരൻസ്. അപ്പോൾ അതാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നമ്മളിനി കാറിൽ കയറി പോകാൻ നോക്കുകയാണ്. അപ്പം കുറേ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം തന്നെ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാറിൽ. നമുക്ക് താനൂരിൽ നിന്ന് ഇവിടുന്ന് ഗുരുവായൂരേക്ക് പോകുന്നതുകൊണ്ട് അധികം ഡിസ്റ്റൻസ് ഇല്ല, 1.5 മണിക്കൂറേ ഉള്ളൂ. പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ കുറച്ചുകൂടി സമയം എടുക്കും. അപ്പോൾ നമ്മളിത് കാറിൽ പോവാണ്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് ലേറ്റ് ആയപ്പം പോകുന്ന വഴിക്ക് ജോയിൻ ചെയ്യാന്നുള്ള രീതിയിലായി. കാരണം ആദ്യം നമ്മൾ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ പാരൻസ് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ലേറ്റ് ആയപ്പോഴേക്ക് പിന്നെ നമ്മൾ വഴിയിൽ വെച്ചിട്ടാണ് ജോയിൻ ചെയ്തത്. അതായത് ഇവർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒന്നിച്ച് പോവുകയാണെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ ട്രിപ്പ്. സോ ഏതാണ് നമ്മൾ എത്താനായിട്ടുണ്ട്. അപ്പം കുറച്ച് എത്തുമ്പോഴേക്ക് കുറച്ച് നല്ലോണം ഇടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ കുറച്ച് ലേറ്റായി. സനയൊക്കെ സ്കൂളിൽ നിന്നും എന്തോ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ലേറ്റായിപ്പോയി.
അപ്പോൾ അതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് പാർക്കിംഗ് ഏരിയയിലേക്ക് പോകണമല്ലോ, അപ്പോൾ അവിടേക്ക് നമ്മൾ പോയിട്ടുണ്ട്. പിന്നെ കുറേ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തിനാണെന്നറിയില്ല. അപ്പോൾ അത് ഇത്രയും ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ നമ്മളതൊക്കെ നോക്കി എടുക്കുകയാണ്. പിന്നെ 2 കാറും അടുപ്പിച്ചിട്ട് തന്നെ നമ്മൾ പാർക്ക് ചെയ്തുകൊണ്ട് സുഖമായി. എനിക്ക് നാളെ ഇനി എൻ്റെ ലഗേജ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനുള്ളത് എളുപ്പമായി. അപ്പോൾ അതാ നമ്മളിനി നെക്സ്റ്റ് നമ്മളെ ഹോട്ടലിലേക്ക് പോവാണ്. ഇവിടെ അടുത്ത് തന്നെ, അതായത് അമ്പലത്തിൽ നിന്ന് ഇവിടത്തേക്കും ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങനെ 1 മിനിറ്റേ വേണ്ടുള്ളൂ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് അമ്പലത്തിലേക്ക് പോവാം. അതുകൊണ്ട് നമ്മളിത് വേഗം ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് റൂമിലേക്ക് പോവാണ്, ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. പിന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ വേഗം ഒന്ന് വേഗം കുളിച്ച് സെറ്റായിട്ട് നമുക്ക് ഡ്രസ് ചേഞ്ചൊക്കെ ചെയ്തിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് ഡയറക്റ്റ് പെട്ടെന്ന് തന്നെ പോകണം. അപ്പോൾ നമ്മൾ വേഗം ഇറങ്ങിയിട്ടുണ്ട്. സോ നമ്മൾ രാത്രി കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ശരിക്കും സാരി എടുക്കാമെന്ന് തന്നെ വിചാരിച്ചത്, പക്ഷേ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് പാവാടയും ബ്ലൗസും, അതായത് നാളെ ഇടാൻ വിചാരിച്ചിട്ട് ഇന്ന് ഇട്ടു. അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എല്ലാവരും പോവാണ്. പിന്നെ ഇവിടെ ഗുരുവായൂർ എത്തിക്കഴിഞ്ഞാൽ തന്നെ ആ ഒരു ആംബിയൻസും ആ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് നമ്മൾ ജസ്റ്റ് പുറത്ത് നോക്കിയേ പ്രാർത്ഥിക്കുന്നുള്ളൂ, കാരണം ഇന്ന് നമ്മൾ ലേറ്റ് ആയിട്ടാണ് വന്നതും. പിന്നെ നമ്മൾ നാളെ ആണ് കാര്യമായിട്ട് നമ്മൾ ഉള്ളിലേക്കൊക്കെ പോകുന്നതും കാര്യങ്ങളൊക്കെ. അതും അപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ കുറേ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു, നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 ഫാമിലിയൊക്കെ ആയിട്ടുള്ളതല്ലേ, അപ്പോൾ നമ്മൾ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ രാത്രി. അപ്പം ഡിന്നർ കഴിക്കാൻ വേണ്ടി കയറി നമ്മളെ അടുത്തുള്ള ഗുരുവായൂർ അമ്പലത്തിനടുത്ത് തന്നെയുള്ള സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിച്ചു. എൻ്റെ മമ്മി 2 മമ്മീസ് ഒന്ന് കാണിക്കോ? 2 കൃഷ്ണന്മാരാ? ഓ ഓ ഓ കൃഷ്ണന്മാര്. ഇവിടെ അങ്ങനെ നമ്മൾ ഈ ഒരു കൃഷ്ണൻ്റെ സംഭവം, പിന്നെ വേറൊരു ബുദ്ധേൻ്റെ, ഇപ്പം എനിക്ക് കുറച്ചധികം ബുദ്ധ ഐറ്റംസ് ഭയങ്കര താല്പര്യമാണ് തായ്ലൻഡ് പോയതിൻ്റെ ശേഷം. അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു ബുദ്ധേൻ്റെ ഒരു ഐറ്റം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഫോട്ടോ ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ തിരിച്ചിനി നമ്മൾ അച്ഛനും അമ്മമാരൊക്കെ ഒരു സൈഡിൽ പോയത്, കാരണം നമ്മൾ ഷോപ്പ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ കയ്യില്ലെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് അവരവിടെ ഇരുന്നിട്ട് നമ്മൾ പാട്ടോ എന്തൊക്കെ വെക്കുമായിരുന്നു. അപ്പം നമ്മൾ അവരൊക്കെ കൂട്ടി തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോവുകയാണ്, കാരണം നാളെ നമുക്ക് നേരത്തെ എണീക്കണമല്ലോ. അങ്ങനെ ഇത് രാവിലെ 2:30 എണീച്ച് റെഡിയായിട്ട് ഇത് നമ്മൾ 3 മണിക്ക് പോവാണ്. സോ ഞാൻ സാരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അപ്പോൾ സാരി എന്ന് പറഞ്ഞാൽ ഞാൻ തലേ ദിവസം നന്നായിട്ട് അയൺ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ട് കൊണ്ടുവന്നതാണ്. അതായത് നമ്മൾ പ്ലീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സെൽഫായിട്ട് തന്നെ പ്ലീറ്റൊക്കെ ചെയ്തിട്ട് എടുത്ത് കൊണ്ടുവന്നതാണ്. മേലെയാണെങ്കിലും അതുപോലെ തന്നെ താഴെത്തതും പ്ലീറ്റ് ചെയ്തെടുത്ത് കൊണ്ടുവന്നതാണ്, അയൺ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 2 മണിക്കോ 2:30 എപ്പോഴാണെന്ന് വെച്ചാൽ വേഗം എടുത്തിട്ട് കുത്തിയാൽ മതി. അതായത് നമ്മൾ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്തിട്ട് കൊണ്ടുവരില്ലേ, ഒരു റെഡി ടു വെയർ സാരി പോലെ, അങ്ങനെ സാരി കൊണ്ടുവന്നതാണ്. അപ്പോൾ ആരെ ഹെൽപ്പില്ലാതെ എനിക്ക് ഉടുക്കാൻ പറ്റി. പിന്നെ അങ്ങനെ അപ്പോൾ എനിക്ക് സാരി നല്ല ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ എടുത്ത് പഠിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളത് വർക്കൗട്ട് ചെയ്ത്
ഓക്കെ, നെക്സ്റ്റ് നമ്മളിത് അപ്പം ഞാൻ പറഞ്ഞല്ലോ 3 മണിക്കാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നത്. എന്നിട്ട് നമ്മൾ 5-6 മണിക്കൂർ ലൈനിൽ നിന്നിട്ടാണ് നമ്മൾ ഉള്ളിലൊക്കെ ഒന്ന് കയറിയത്. അപ്പോൾ ഏതാണ്ട് ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 9 സംതിങ് ഒക്കെ ആയപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ലൈറ്റായിട്ടൊരു ചായയും ഒരു കടിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകേണ്ട സമയമായിട്ടുണ്ട്. അപ്പം നമ്മൾ അഗെയിൻ ലഗേജും കാര്യങ്ങളൊക്കെ കാറിലേക്ക് ആക്കുകയാണ്. പിന്നെ ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇനി ഒരു വീക്കെൻഡ് തിക്കോടിയാണ് താമസിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ ഞാൻ ഈ കാറിൽ നിന്ന് ആ കാറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി അതാണ്. പിന്നെ നമ്മളിനി മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് ഒരു അമ്പലത്തിൽ പോകാനുണ്ട്. ഏതായിരുന്നു അമ്പലത്തിൻ്റെ പേര്? കാടാമ്പുഴ അമ്പലമാണ്. സോ അവിടത്തേക്ക് നമ്മൾ പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല വിശക്കുന്നുണ്ടായിരുന്നു ഇവർക്കൊക്കെ. എനിക്കും സനിയക്കൊന്നും അങ്ങനെ വിശക്കുന്നുണ്ടായില്ല. പിന്നെ രാഹുലിൻ്റെ അമ്മയ്ക്കൊന്നും അങ്ങനെ വിശക്കുന്നുണ്ടായില്ല. ബട്ട് ബാക്കിയുള്ളവർക്കൊക്കെ വിശക്കുന്നതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. എത്തിയിട്ടുണ്ട്. ഈ ഒരു കാടാമ്പുഴ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഗുരുവായൂർ പോയി കഴിഞ്ഞപ്പോഴും നമ്മളിവിടെ പോവാറുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അച്ഛമ്മേൻ്റെ അനിയത്തീൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതും ഇവിടെ അടുത്താണ്, അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അച്ഛമ്മേൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പം നമ്മളിവിടെ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും അവിടെയും പോകാറുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇനി. സോ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് അവരുടെ വീട്. അപ്പോൾ ഇത് കാടാമ്പുഴയാണ് സ്ഥലം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ തിരിച്ചിനി പോവുകയാണ്. ഇനി പോകുമ്പം ഞാൻ എൻ്റെ തിക്കോടിക്കാണ് ഡയറക്റ്റ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ആ കാറിലേക്ക് മാറിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ലഗേജും കാര്യങ്ങളൊക്കെ മാറ്റി എന്നുള്ളത്. സോ നമ്മളിനി ഇങ്ങോട്ടേക്കാണ് പോകുന്നത്.